ചായക്കടയിൽ വന്നിട്ട് ചായ ഉണ്ടോന്ന് ചോദിക്കുന്നത്. വീട്ടിൽ നിന്ന് ബോറടിച്ചപ്പോൾ വിചാരിച്ചു കാർ എടുത്തിട്ട് നേരെ കുഞ്ഞിര വീട്ടിലേക്ക് വന്നു. അങ്ങനെ നേരെ ഞാൻ കാർ എടുത്തിട്ട് കുഞ്ഞിര വീട്ടിലേക്ക് വേണം. മഴ പെയ്തുകൊണ്ട് റോഡിന്റെ അവസ്ഥ ഇതാണ്. റോഡ് വെട്ടിക്കഴിഞ്ഞിട്ട് കുളം കുത്താം. അപ്പൊ റോഡ് കുളമാവില്ലേ? അതിന് നമ്മുടെ മിക്ക റോഡുകളും കുളമാണല്ലോ. റോഡ് കുളത്തിലൂടെ ആയാലെന്താ? അതെ, എപ്പോഴും വെള്ളം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഞാൻ അവിടുത്തെ നീന്തൽ മത്സരം കഴിഞ്ഞിട്ട് നേരെ കുഞ്ഞിര വീട്ടിലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അവരുടെ വീട്ടിലെ പട്ടി ടോബി. ഇവ എപ്പോ വന്നാലും ഇങ്ങനെ ദയനീയമായാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് എന്റെ രണ്ട് കുഞ്ഞിയുടെ മക്കൾ. രണ്ടെണ്ണം കൂടെ എന്റെ വീഡിയോസ് കണ്ടിട്ട് എന്നെ തന്നെ ഇരുന്ന് ട്രോളിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. എത്ര എഴുതിയാ മതി? സെലക്ട് ചെയ്യണം, നിനക്ക് മേടിച്ചു തരണം. എഴുതി ഞരക്കിട്ടിട്ട് അതിൽ എന്താണ് അവൾ സെലക്ട് ചെയ്യുന്നത് അതൊക്കെ മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. ഐഫോൺ മാത്രം ഞാൻ എഴുതിയില്ല, ബാക്കി എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട് അതിൽ. ഇരട്ടാ എടുത്തോ. ഡയറി മിൽക്ക്. എനിക്ക് സ്നിക്കേഴ്സ് മതി. ഡയറി മിൽക്ക് ആണോ സ്നിക്കേഴ്സ് ആണോ? പക്ഷെ കിട്ടിയത് ഡയറി മിൽക്ക് അല്ലേ? സ്നിക്കേഴ്സ് മതിയാ? എന്നാ ബാ പോവാം. അങ്ങനെ നമ്മൾ നേരെ കാർ എടുത്തിട്ട് അവർക്ക് സ്നിക്കേഴ്സ് എടുക്കാനായിട്ട് കടയിലേക്ക് പോവാണ്. അത് മതിയാ? മതിയാ? അങ്ങനെ നമ്മൾ നേരെ അവിടുന്ന് സാധനമൊക്കെ മേടിച്ചിറങ്ങിയിട്ട് വിചാരിച്ചു ഒരു ചായ കുടിക്കാൻ. അങ്ങനെ നേരെ വണ്ടി എടുത്ത് നേരെ ചായ കുടിക്കാനാണ് പോയത്. അങ്ങനെ ചേട്ടൻ പറഞ്ഞ വാക്ക് പാലിച്ചു. ചായക്കടയിൽ എത്തിയ സമയത്ത് അവർക്ക് ചായ വേണ്ട കടി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രണ്ട് പിള്ളേർക്ക് കൂടെ കടി മേടിച്ചു കൊടുത്തു. ചായക്കടയിൽ വന്നിട്ട് ചായ ഉണ്ടോന്ന് ചോദിക്കുന്നത്. ഇവളെനിക്ക് അടി മേടിച്ചിരും കൈസ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലേക്കുന്ന ആൾക്കാർ അവിടെ ചായക്കട നിർത്തിയിട്ട് ചായ കൊണ്ടുവന്ന് അവിടെ കടയിൽ ചോദിക്കുന്നത്. എന്നിട്ടാണ് ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെ ചായ കുടിച്ചതിന് ശേഷം നേരെ വീട്ടിലേക്കാണ് പോയത്. പിള്ളേരെ വീട്ടിലാക്കിയിട്ട് ഞാനും വീട്ടിലേക്ക് പോയി. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.